എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 11 നടക്കുന്ന ബിഫാം ലാറ്ററൽ എൻട്രി പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ബിഫാം ലാറ്ററൽ എൻട്രി 2023 പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡീറ്റെയിൽസും അതുപോലെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെയുള്ള പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നോട്ടിഫിക്കേഷൻ ആൻഡ് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്നുള്ളതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ വിജ്ഞാപനം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. വിജ്ഞാപനത്തിന് ഇംഗ്ലീഷിലുള്ള വേർഷനാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 2 PDF-കളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ അതായത് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അഡ്മിറ്റ് കാർഡ് കളർ പ്രിൻ്റ് ഔട്ടാണ് എടുക്കേണ്ടത്. അക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 11 നടക്കുന്ന ബിഫാം ലാറ്ററൽ എൻട്രി 2023 കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അതായത് ഈ ഒരു കാൻഡിഡേറ്റ് പോർട്ടലിലെ ഹോം പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൃത്യമായിട്ട് നൽകിയ ശേഷം അഡ്മിറ്റ് കാർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഈ ഒരു വെബ്സൈറ്റിൽ, അതായത് ഡിഫക്റ്റ് ഇൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഹോം പേജിൽ നൽകിയിട്ടുണ്ട്. അത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേര് അതിലുണ്ടെങ്കിൽ, നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ ഒരു മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം പേജിൽ കാണാൻ സാധിക്കുന്ന അതായത് പ്രൊഫൈലിൽ കാണാൻ സാധിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സംവരണം ഇതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ പിന്നീട് ഈ ആ ഒരു തെറ്റുകൾ തിരുത്തുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതായിരിക്കില്ല. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് അതായത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്നതിനുള്ള ഒറിജിനൽ ഡോക്യുമെൻ്റ് സഹിതം അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് പരീക്ഷാ ഹാളിൽ ഹാജരാക്കേണ്ടതാണ്. അതായത് ആധാർ, വോട്ടർ കാർഡ് ഇതുപോലുള്ള ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്നതിന് അഡ്മിറ്റ് കാർഡിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതാണ് നല്ലത്. അഡ്മിറ്റ് കാർഡുകൾ തപാൽ വഴി അയക്കുന്നതല്ല. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത ഓൺലൈൻ അപേക്ഷയിലെ പേര്, ഒപ്പ്, ഫോട്ടോ എന്നിവയിലെ അപാകതകൾ മൂലം ചില അപേക്ഷകരുടെ അഡ്മിറ്റ് കാർഡുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അവർക്ക് ഹോം പേജിലെ മെമ്മോ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകളുടെ വിശദവിവരങ്ങൾ കാണാൻ സാധിക്കും. അത്തരം അപേക്ഷകർ ബന്ധപ്പെട്ട രേഖകൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 10/2/2024 വൈകിട്ട് 3 മണിക്ക് മുമ്പായിട്ട് ആ ഒരു ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. തപാൽ, ഇമെയിൽ, ഫാക്സ് മുഖേന സമർപ്പിക്കുന്ന രേഖകൾ യാതൊരു കാരണവശാലും ഈ ഒരു തെറ്റുകൾ പരിഹരിക്കുന്നതിനായിട്ട് സ്വീകരിക്കില്ല. ആപ്ലിക്കേഷൻ നമ്പർ മറന്നുപോയ അപേക്ഷകർ ഫോർഗോട്ട് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഗൈഡ് ലൈൻ നൽകിയിട്ടുണ്ട്. അതും വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ള അഡ്മിറ്റ് കാർഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന സമയത്ത് അഡ്മിറ്റ് കാർഡുമായി പരീക്ഷാ ദിവസം വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതി പരിചയപ്പെടുത്തുന്നതിനായിട്ട്, അതായത് ഈ ഒരു റിപ്പോർട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്തുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും അത് ആദ്യം ഒരു മോക്ക് ടെസ്റ്റ് നടത്തും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് പ്രവേശന പരീക്ഷ നടത്തുക. അതിനുശേഷം ഒബ്ജക്റ്റീവ് മാതൃകയുള്ള ബിഫാം ലാറ്ററൽ എൻട്രി പരീക്ഷയ്ക്ക് 1.5 മണിക്കൂർ ദൈർഘ്യവും 120 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളും ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് റിപ്പോർട്ടിംഗ് പോയിന്റിൽ നിന്നും വിതരണം ചെയ്യുന്ന ആക്സസ് കാർഡിൽ വിദ്യാർത്ഥിയുടെ സീറ്റ് നമ്പർ, യൂസർ നെയിം, പാസ്വേഡ് എന്നിവ അടങ്ങിയിരിക്കുന്നതാണ്. പരീക്ഷയ്ക്കെത്തുന്ന വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ, ആധാർ, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാൻ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും നിർബന്ധമായിട്ടും കൊണ്ടുവരണം. അതായത് ഒറിജിനലാണ് കൊണ്ടുവരേണ്ടത്. കാൽക്കുലേറ്റർ, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈവശം വയ്ക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു
പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പ്രവേശന പരീക്ഷ അവസാനിക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥികളെ പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല. അതുപോലെ രക്ഷിതാക്കൾ ഓൺലൈൻ പരീക്ഷ നടക്കുന്ന കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആവശ്യം വേണ്ട സാമഗ്രികൾ, അതായത് പേന, പെൻസിൽ എന്നിവ കയ്യിൽ കരുതേണ്ടതും അവ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഇക്കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇൻവിജിലേറ്റർമാരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി അനുവദിച്ചിരിക്കുന്ന ഇരിപ്പിടത്തിൽ മാത്രമേ ഇരിക്കാനായിട്ട് പാടുള്ളൂ. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായിട്ട് അഡ്മിറ്റ് കാർഡിൽ സൂചിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിംഗ് സമയത്ത് തന്നെ കേന്ദ്രത്തിൽ ഹാജരാകണം. അതുപോലെ തന്നെ പരീക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ വെബ്സൈറ്റിലുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത്, അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് അഡ്മിറ്റ് കാർഡ് ചില വിദ്യാർത്ഥികളുടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കളർ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അതുപോലെ ഒരു ID കാർഡും എടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.